വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതോടെ കൊച്ചി നഗരത്തിൽ നിരവധി ഹോട്ടലുകൾ അടച്ചു. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഹോട്ടൽ മേഖല പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഗ്യാസ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് നിർത്തിവെച്ചിരിക്കുന്നതാണ് ഏജൻസി നമ്മളോട് പറയുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഹോട്ടൽ നിർത്തിവെക്കേണ്ട ഒരവസ്ഥയാണ്, അടച്ച് പൂട്ടേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇന്നത്തേക്കുള്ള മാത്രം സ്റ്റോക്കേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. നാളത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഗ്യാസ് വളരെ ഷോർട്ടേജാണ്, ഗ്യാസ് കിട്ടാനില്ല. ശനിയാഴ്ച ഗ്യാസ് കിട്ടി, ഞായറാഴ്ച വരെ സെയിൽ ചെയ്ത്. ഇന്ന് രാവിലെ കട തുറക്കാൻ നോക്കുമ്പോൾ ഗ്യാസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണോ, കട തുറക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഞാൻ കാറും എടുത്ത് 2-3 സ്ഥലത്ത് പോയിട്ടാണ് ഗ്യാസ് കിട്ടിയത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം നേരിട്ട് രാജ്യത്തെ ജനങ്ങളെയും ബാധിച്ചു തുടങ്ങി. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാനില്ലെന്നാണ് ഹോട്ടൽ ഉടമകളുടെ പരാതി. ഗ്യാസ് ഏജന്റ് പറയുന്നത് പൈസ കൂടുന്നാ പറയുന്നത്. അന്നപ്പോൾ ഇപ്പം ഇറക്കാന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇറക്കാതിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് വലിയ ടൈറ്റായിട്ടാണ് പറയുന്നത്. എന്താണെന്നുള്ള അറിയില്ല. ഇനി അവർ വില കൂട്ടാനാണോ വേറെ എന്തിനാണോ എന്നുള്ളത് തന്നെ അറിയില്ല. ഹോട്ടലൊക്കെ അടച്ചു കൂട്ടേണ്ട അവസ്ഥ വരില്ലേ? ഹോട്ടൽ കൂട്ടേണ്ട അവസ്ഥ വരുമെന്ന് പറയാനുണ്ടോ? ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ ഹോട്ടൽ അടച്ചു കൂട്ടേണ്ട അവസ്ഥ വരും. സർക്കാർ ഇടപെടൽ കാര്യക്ഷമമായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് അസീസ് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണണം. ഇപ്പം നിലവിൽ ബാംഗ്ലൂർ ഹോട്ടൽ അസോസിയേഷൻ ഓൾറെഡി നാളെ മുതൽ തുറക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ചെന്നൈയിലും ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യ മുഴുവനും, ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രതിഭാസമല്ല, ഇന്ത്യ മുഴുവനും ഈ രീതിയിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനകത്ത് എല്ലാവരും ഈ രീതിയിലേക്ക് പോകും. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഗാർഹിക സിലിണ്ടറുകളുടെ ബുക്കിംഗും നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. എല്ലാ മാസവും വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുന്നത് ഇരുട്ടടിയായി മാറുമ്പോഴാണ് വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമവും രൂക്ഷമാകുന്നത്. ഇത് ഹോട്ടൽ വ്യവസായത്തെ മാത്രമല്ല, ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കാനും കാരണമാകും. ക്യാമറമാൻ രാജേഷ് വടകരയ്ക്കൊപ്പം സിബി ജോസഫ്, മീഡിയ 1, കൊച്ചി.